അസ്സലാമലൈക്കും. ഈ പുത്തംകുളം മക്കാമിൽ കിടക്കണ ആളെ ചരിത്രൻ്റെ ഓർമ്മയിൽപ്പെട്ടതാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ കിടക്കണ മഹദിയുടെ വീടും പേരും ഉലുപ്പൊക്കെ അന്ന് പറഞ്ഞിരുന്നത് പാലേങ്ങല പാത്തുമ്മ എന്നാണ്. പാത്തുമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലേങ്ങക്കാർ വകയാണ്. ഇവർ കാരക്കുളം നെയ്മണ്യമല്ലാക്ക പാർക്കണ അതിലാണ് ഇവർ പാർക്കുന്നത്. അത് വിറ്റിട്ടാണ് ഈ സ്ഥലം വന്നയാൾ ഒരു വാങ്ങിക്കുന്നത്. ഈ സ്ഥലം വന്ന് ഒരു വാങ്ങി ഇതിൽ താമസം തുടങ്ങി. അങ്ങനെ അന്നൊക്കെ വലിയ വെറിയും വറുതിയൊക്കെ ഉള്ള കാലമാണ്. അതായത് നേരത്തോടെ നേരം കൂടുന്നവരെയും വെക്കാനും തിന്നാനും കുടിച്ചാനും കിട്ടാത്തൊരു കാലഘട്ടമാണ്. തോരാത്ത മഴയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്തിനാ പറയണു, ഇവർ പാലേങ്ങക്കാർ വകയാണ്. പാലേങ്ങല പാത്തുമ്മ എന്നാണ് അന്ന് ഇതിനെ വിളിച്ചിരുന്നവരൊക്കെ. എൻ്റെ അമ്മി ഈ മയമാക്കാട് അമ്മി അമ്മായി കൊണ്ടെത്തി അമ്മായി എന്ന് ഞങ്ങൾ പറയാം. ആ അമ്മായി എൻ്റെ അമ്മി ഈ കണ്ടുമ്പോൾ കുത്തിരുന്നാണ്ട് ഇങ്ങനെ ഓരോ ചരിത്രം വരെ അത് മരിച്ചതിൻ്റെ ശേഷമാണ് പറയുന്നത്. അങ്ങനെ ഈ സ്ഥലം വിറ്റ് ആ സ്ഥലം വിറ്റ് വന്ന് ഈ സ്ഥലം വാങ്ങി ഇതിൽ താമസം തുടങ്ങി. അങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ അതിൽ താമസിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് സുഖമില്ലാതെയായി. അതായത് ഈ പാത്തുമ്മക്ക് സുഖമില്ലാതായിരുന്നു. ഇപ്പോൾ പള്ളിക്ക് ഇത് തന്നെ പറഞ്ഞു, എനിക്കൊരു കവറ് കളച്ചെടിങ്ങൾ പോയിട്ട് എനിക്ക് അറിഞ്ഞില്ല, ഞാനിപ്പോൾ ഏതായാലും ഈ രോഗത്തൊന്നും ബാക്കിയാവില്ല എന്നത് പറഞ്ഞിട്ട് കവറ് കളക്കാൻ വേണ്ടി ചെന്നപ്പോൾ കബറ് കളക്കാൻ വേണ്ടി ചെന്നപ്പോൾ കാരണന്മാരും കമ്മിറ്റിക്കാരും പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ കബറ് കളക്കാൻ പറ്റില്ല. കബർ ഇവിടെ കളക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ ജുമാക്കും വരൂല, ഇത് പള്ളിപ്പിരിവും തരൂല, പള്ളിയിലും യാതൊരു ബന്ധവും കണക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മൂപ്പര് തിരിച്ചു പോയത്. തിരിച്ചു വന്നപ്പോൾ എന്ത് ചോദിച്ചു, അവിടെ കവറ് കളക്കണ്ടെന്നാണ് മൂപ്പത്തിയറും. അതിൻ്റെ ഭർത്താവാണെന്ന് എനിക്കും അറിയില്ല, അതോ ആങ്ങളെയാണെന്നും അറിയില്ല. അത് അറിയാത്തത് എനിക്ക് പറയാൻ പറ്റൂല. അവൻ്റെ ഓർമ്മയിൽപ്പെട്ടതാണ് ഇപ്പോൾ ഞാനീ പറയുന്നത്. അപ്പം അങ്ങനെ രോഗം കൂടുതലായപ്പോൾ ഈ സുരി പറഞ്ഞു, ഈ പാത്തുമ്മ എന്ന് പറഞ്ഞ ഈ സുരി പറഞ്ഞു, ഞാൻ മരിച്ചങ്ങൾ ഇതായി മുറ്റത്ത് തപ്പടങ്ങനെ കവറ് കളച്ചോളിയും. കവറ് കളച്ചിട്ട് പിന്നെ കുളിപ്പിച്ച് കവൻ ചെയ്ത് ഇവിടെ മറയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ചരിത്രം അവിടെ വന്നിക്കണതും ഉണ്ടായിക്കണതും. അങ്ങനെ ആയപ്പോൾ കുറച്ച് കാലം ഇതിൻ്റെ ഭർത്താവാണെന്ന് അറിയില്ല, ആങ്ങളെയാണെന്നും എനിക്കറിയില്ല. അത് കുറച്ച് കാലം ഈ സ്ഥലം ഈ ആൾക്ക് വിറ്റിട്ട് ഇവിടുന്ന് പോയി. കച്ചത്ത് കുഞ്ഞമ്മല്ലാക്കാന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ സ്ഥലവും വളപ്പുമൊക്കെ പാടെ വിറ്റ്. അത് വിറ്റത് ഈ മുണ്ടത്തി കോലിക്കാട്ടിൽ ഈ മയമാക്കാട് അമ്മാക്കാണ് വിറ്റത്. 50 ഉറുപ്പ്യൊക്കെ. ആ കൂട്ടങ്ങളൊക്കെ എൻ്റെ അമ്മി ഈ അമ്മായിയും ഇങ്ങനെ പറയുമ്പോൾ അത് അങ്ങനെ കേൾക്കും. അന്ന് എനിക്ക് 7 or 8 വയസ്സുള്ളൂ. ആ സമയത്താണ് ഓർമ്മയിൽ വേണ്ടമാതിരി കിട്ടൂല. അതങ്ങനെ ആ കവറ് അങ്ങനെ മരിച്ചതിൻ്റെ ശേഷം ആ കവറിൽ കളച്ച് മറയത് അദ്ദേഹം നിന്ന് പിന്നെ ഇത് വിറ്റ് പോയി. അങ്ങനെ ഈ കവറ് എത്രയോ കൊല്ലങ്ങൾ ഒരു നോട്ടമല്ല, കാടും പന്തിയും കെട്ടി അങ്ങനെ കിടക്കുന്നത്. അങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ സമയത്ത് അത് ഒന്ന് ഉണർന്നു. കാടും പന്തിയൊക്കെ കെട്ടിയതൊക്കെ വെട്ടി നേരാക്കി ഉണർന്ന് അങ്ങനെ ആർക്കൊക്കെ സ്വപ്നം കാട്ടിയിട്ട് അങ്ങനെ നന്നാക്കിയെടുത്തപ്പോൾ അതിൽ വീട് വെച്ചു. ആ പള്ളിയാക്കി ഞങ്ങളൊരു ഭാഗം മക്ബർക്ക് ആക്കി വെച്ചു, ഒരു ഭാഗം പള്ളിക്കും ആക്കി വെച്ചു. അങ്ങനെ നമ്മൾ കഴിഞ്ഞു പോന്നു. ഇവിടെ കത്തി ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ പുരോഗതിയിൽ ഇങ്ങനെ വന്നപ്പോൾ വലിയൊരു പുരോഗതിയൊന്നും നമുക്കില്ല. ഒരു കമ്മിറ്റി കാര്യമായിട്ട് ഒരു ചെറുതായിട്ടൊരു കമ്മിറ്റി ഞങ്ങൾ പറഞ്ഞ് നിശ്ചയിച്ചു. അതിൽ അങ്ങനെ നിശ്ചയിച്ച് അങ്ങനെ നിൽക്കണം. ആരെങ്കിലും പാവപ്പെട്ട രോഗികളോ എന്തെങ്കിലുമൊക്കെ നേർച്ച എത്തിച്ചേരും, അവർ വരും, അവരെ പരാതി അതിനോട് വന്ന് പറയും. പാലയങ്ങക്കാർ വകയാണ്. അത് ഒറിജിനൽ പാലയങ്ങൾ പാത്തുമ്മ എന്ന് പറഞ്ഞ ആളാണ്. ഇന്നിപ്പോൾ അത് പാലയങ്ങൾ പാത്തുമ്മ ബീവിയാണ്. അങ്ങനെ പല കറാമത്തുകളൊക്കെ ഇവിടെ കാട്ടിയും കൊണ്ടും അങ്ങനെ രോഗികൾ വന്നിട്ടും പോയിട്ടും അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ പള്ളി ഇവിടെ ഈ മക്കാമ്. അതിൽ പിന്നെ സംഭാവനയായിട്ടൊന്നും കാര്യമായിട്ട് ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ല. കിട്ടിയാൽ ഞങ്ങൾ എന്താ ചെയ്യണത്, കൊല്ലത്തിൽ അതിൻ്റെ ആണ്ട് കഴിക്കും. അതിൻ്റെ ആണ്ട് ആ പെട്ടി പൊളിച്ചങ്ങാണ്ട് അതിൽ നോക്കിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ആണ്ട് കഴിക്കും.
ബാക്കി അതിലെന്തെങ്കിലും ചില്ലറ പൈസ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ സൂക്ഷിച്ച് വെക്കും. പിറ്റേത്തെ കൊല്ലം ഞങ്ങൾ അങ്ങനെ വെക്കും. അപ്പം അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്ന പൈസ കൊണ്ടാണ് ഇപ്പം ഈ സ്ഥാപനം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിക്കുന്നത്. അതെ, ഇനി ഈ പള്ളിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു ആ വീതിയിൽ ഈ മക്കാമിൽ കിടക്കണമുണ്ട്. പിന്നെ ഇനി നമുക്ക് അതിൽ വേണ്ടത് എന്താണ്, ഒരു കൊല്ലം കൂടുമ്പോൾ ഈ അതിൻ്റെ നീർച്ച കഴിച്ചതിൻ്റെ ശേഷം ആണ്ട് കഴിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള പൈസ അങ്ങനെ ഞങ്ങൾ ഡിപ്പോസിറ്റായിട്ട് വെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പല പാവപ്പെട്ട കുടുംബത്തിനോ അല്ല മഹലിൽ ഒരു കഴിവില്ലാത്ത കുട്ടികളെ കെട്ടിച്ച് അങ്ങനെയല്ല ഫണ്ടിലേക്കൊക്കെ നമുക്കത് ചെയ്യാം. തുകയായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ അതൊന്നും ഡെപ്പോസിറ്റ് ഇല്ല. ഇനി മേലാക്ക് അങ്ങനെ ഉണ്ടായി കൊണ്ട് വരികയാണെങ്കിൽ നമുക്കതങ്ങനെ ചെയ്യാമെന്നൊരു വെപ്പും ഞങ്ങൾ ചർച്ച ചെയ്ത് വെച്ചുക്കണം. ഇത്രയേ ഉള്ളൂ, വലിയ കാര്യങ്ങളൊന്നും. നമ്മളെ പൂണോളം വീരാമുട്ടിയാക്കാന്ന് പറഞ്ഞ മൂപ്പരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഇത് ചില്ലറ പണികളൊക്കെ എടുക്കലും നെല്ല് കുത്തലും അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഇത് മരിച്ചതിൻ്റെ ശേഷം അവരെന്നെയാണ് പള്ളിക്കാൻ പറയേണ്ടെന്ന് പറഞ്ഞ അന്നത്തെ കാരണന്മാർ. കാരണമ്പള്ളിക്കടെ കാരണന്മാരവരൊക്കെ ഈ പൂണോള വീരാമുട്ടിയാക്ക എന്ന് പറഞ്ഞ ആള് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മരിച്ചുപോയി. മരിച്ചതിൻ്റെ ശേഷം പിന്നെ ഒരു ദിവസം ജമ്മികളായിട്ട് കേസുണ്ട്. ആർക്ക്? പൂണോള വീരാമുട്ടിയാക്കാക്ക് കേസ് കൂട്ടിയപ്പോൾ എന്ത് പറഞ്ഞു, ആ കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാളെ കേസ് വിധി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അന്ന് കോടതിയില്ല, അങ്ങാടിപ്പുറത്തുള്ള കോടതി. ആ അങ്ങാടിപ്പുറത്ത് കോടതിയിൽ ഇവിടെ രാത്രി ഒരു 2 മണി 2:30 മണിക്കാൾ നീച്ച് ഭക്ഷണം ഒക്കെ തയ്യാറാക്കിയിട്ട് നടക്കുകയാണ് അങ്ങാടിപ്പുറത്തൊക്കെ. ഇവിടെ നിന്ന് അന്ന് മജിസ്ട്രേറ്റ് കോടതി സ്റ്റേഷനെയും കാര്യങ്ങളൊന്നും ആ കാലത്ത് ഇവിടെ അല്ല. അവിടെ ചെന്ന് അങ്ങനെ ആ കേസ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തലേ ദിവസം രാത്രി ഇയാൾ നിസ്കരിക്കുന്ന സമയത്ത് പറഞ്ഞു, നാളെ കേസ് എനിക്ക് വിധി പറയുകയാണെങ്കിൽ പാത്തമ്മയുടെ കബറ് ഞാൻ കോടതി എനിക്ക് വിധി പറഞ്ഞു കഴിഞ്ഞാൽ പാത്തമ്മയുടെ കബറ് ഞാൻ നാളെ 4 വരി പടുത്തിട്ട് എൻ്റെ കുടിയിലേക്ക് കഴിയുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞ മാതിരി അങ്ങാടിപ്പുറം പോയി കോടതി ചെന്നു. കോടതി വിധി ഫസ്റ്റിൽ വിധി പറഞ്ഞത് ഇതാണ്, വിധി പറഞ്ഞ മൂപ്പരാവും. അപ്പം മൂപ്പര ഭാഗത്തേക്ക് വിധി വന്നപ്പോൾ മൂപ്പര അങ്ങനെ അവിടുന്ന് പോന്ന് പണിക്കാരെയും കൂട്ടിങ്ങാണ്ട് ആ പിന്നെ മക്ബറ 4 വരി പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയം ഇപ്പം കളിച്ച് പോയി 4 വരി ഈ പൂണോള വീരാമുട്ടിയാക്ക പത്രമാണ്. ഉള്ളൂ എനിക്ക് പറയാം. ഒന്നൊന്നും എനിക്ക് ഇങ്ങനെ പറയാനൊന്നും എനിക്ക് ഒരു നദലുപോലെ ഉള്ളൂ. ഞാൻ എനിക്ക് എനിക്കന്ന് 7 8 വയസ്സുള്ളൂ സമയം. ആ ഓർമ്മയിലാണ് ഇപ്പം ഞാൻ ഈ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹ് എനിക്കും നിങ്ങൾക്കും പുറത്ത് തരട്ടെ. ഞാൻ നേരെ നല്ല ലക്ഷ്യത്തിൻ്റെ മുകളിലാണ് ഞാൻ പറയുന്നത്. ഇപ്പത്തേക്ക് എനിക്ക് പറയാൻ കിട്ടുമല്ലോ. 10-70 കൊല്ലത്തിൻ്റെ മുകളിൽ വിഷയമല്ലേ. അതൊക്കെ പറഞ്ഞ് ഞാനിത് നിർത്തുന്ന അവസാനിക്കുന്നു. ഈ ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളതാണ്. ഇത്രയും ചെറുപ്പത്തിൽ ഞാൻ ഇവരെ കൂടെ നിന്നിട്ട് എൻ്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടിയ ചരിത്രങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പം ഇനി ഇതിൽ വല്ല തെറ്റുകളോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് എനിക്ക് പൊറുക്കാൻ വേണ്ടി നിങ്ങൾ കേൾക്കണം. ഇത്രയും പറഞ്ഞ് ഞാൻ അത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു.